Find the wrong term in the given series. അപ്പോൾ ഇതൊരു നമ്പർ സീരീസിൻ്റെ ചോദ്യമാണ്. സോ കാണുമ്പോൾ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയ നമ്പേഴ്സ് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ കൂട്ടത്തിൽ തെറ്റായിട്ടുള്ള ടേം ഏതാണെന്ന് കണ്ടെത്തുക. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മുടെ അടുത്ത ചോദ്യം വീണ്ടും ഒരു നമ്പർ സീരീസിൻ്റെ ചോദ്യം തന്നെയാണ്. അപ്പോൾ ഈ നമ്പർ സീരീസിൽ അടുത്തതായിട്ട് വരുന്ന ടേം കണ്ടുപിടിക്കുക അല്ലേ. ദ നെക്സ്റ്റ് ടേം ഇൻ ദ സീരീസ് 7, 18, 40, 73, 117 ഇസ് ഡാഷ്. അടുത്ത ടേം ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 3ൻ്റെ ക്യൂബ്, ഇത് 4ൻ്റെ ക്യൂബ്, 5ൻ്റെ ക്യൂബ്, നെക്സ്റ്റ് 6ൻ്റെ ക്യൂബ് ആൻഡ് 7ൻ്റെ ക്യൂബ്. ഇത് മാത്രം ഇവിടെ 10ൻ്റെ സ്ക്വയർ ആണ് വരുന്നത് അല്ലേ. സോ ഇവിടെ നമുക്ക് സ്ക്വയർ ഒരു സ്കിൻ ഇറിറ്റേഷൻ ഒക്കെ പോലെ വരുന്ന, അതായത് ഇങ്ങനെ ചുമന്ന് തടിച്ച് പാടുകളൊക്കെ പോലെ വരുന്നത്, അതിനെയാണ് നമ്മൾ ഈ റാഷ് എന്നൊക്കെ പറയത്തില്ലേ, അതിനെയാണ് നമ്മൾ സാധാരണ എക്സീമ എന്ന് പറയുന്നത്. സോ അപ്പോൾ അത് വീണ്ടും ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻട്രി ഡിഗ്രി പ്രിലിംസ് എക്സാമിനേഷൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ മിഷൻ 50-50 സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എക്സാമിനേഷൻ്റെ സീരീസാണ്. നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഇതിൽ നിന്നുമുള്ള മെൻ്റൽ എബിലിറ്റിയുടെ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മെൻ്റൽ എബിലിറ്റിയിലെ 1-2 ടോപ്പിക്സ് ഒക്കെ കമ്പൈൻ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ സെഷനിൽ അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് നമ്മൾ ചെയ്യുന്നത്. സോ മെൻ്റൽ എബിലിറ്റിയിലെ രണ്ടാമത്തെ സെറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഡിസ്കഷന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ടോപ്പിക് സീരീസ്, അനാലജി ആൻഡ് ഓഡ് വൺ ഔട്ട് ആണ്. ഇതെല്ലാം തന്നെ നമ്മൾ ക്ലബ്ബ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം ഇതൊക്കെ ഏകദേശം ഒരുപോലെ വരുന്ന ടോപ്പിക്സ് ആണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ താഴെ വരുന്ന സബ് ടൈപ്സ് എന്ന് പറയുന്നത് വേർഡ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്. എന്ന് വെച്ചാൽ വേർഡ് സീരീസ് വരും, വേർഡ് അനാലജി, വേർഡ് ബേസ്ഡ് ഓഡ് വൺ ഔട്ട് വരാറുണ്ട്. ഇനി ചില കേസസിൽ നമുക്ക് ആൽഫബറ്റ് ബേസ്ഡ് ആയിട്ടുള്ള നമ്പേഴ്സ്, ആൽഫബറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വരാറുണ്ട്. അപ്പോൾ ഇതിൽ ആൽഫബറ്റ് ബേസ്ഡ് സീരീസ് വരും, ആൽഫബറ്റ് ബേസ്ഡ് അനാലജി, ആൽഫബറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഓഡ് വൺ ഔട്ട് വരാറുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻസ് വരുന്നത് നമ്പർ അടിസ്ഥാനമായിട്ടുള്ള ചോദ്യങ്ങളാണ്. സോ സീരീസിൽ തന്നെ നമ്പർ സീരീസ് വരാം, നമ്പർ അനാലജി വരാം, നമ്പർ ബേസ്ഡ് ഓഡ് വൺ ഔട്ട് വരാം. ഇനി ഇതിൽ നിന്ന് പിന്നെ വരുന്ന ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ആൽഫ ന്യൂമറിക് ആണ്. അപ്പോൾ ഇവിടെ നമ്പേഴ്സും അതുപോലെ തന്നെ അക്ഷരങ്ങളും ഒരുമിച്ച് വരുന്ന തരത്തിലുള്ള ചോദ്യങ്ങളെയാണ് നമ്മൾ ആൽഫ ന്യൂമറിക് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ എല്ലാം സബ് ടൈപ്സ് ഓൾമോസ്റ്റ് സിമിലർ ആയതുകൊണ്ടാണ് നമ്മൾ ഈ 3 ടോപ്പിക്സിനെയും കൂടെ ഇവിടെ ക്ലബ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്ര എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ വർക്കൗട്ട് സെഷനിലേക്ക് പോവാം. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചോദ്യം. ഫൈൻഡ് ദ റോങ് ടേം ഇൻ ദ ഗിവൻ സീരീസ്. അപ്പോൾ ഇതൊരു നമ്പർ സീരീസിൻ്റെ ചോദ്യമാണ്. സോ കാണുമ്പോൾ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയ നമ്പേഴ്സ് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ കൂട്ടത്തിൽ തെറ്റായിട്ടുള്ള ടേം ഏതാണെന്ന് കണ്ടെത്തുക. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്പേഴ്സിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടേ ഒന്നാമത്തെ കാര്യം, എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്പേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒന്നാമത്തെ കാര്യം ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പരിചയമുള്ള നമ്പേഴ്സ് ഏതെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്തലാണ്. അപ്പോൾ എന്താണ് ഈ പരിചയമുള്ള നമ്പേഴ്സ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ക്വയർ നമ്പറുകൾ, അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ക്യൂബ് നമ്പറുകൾ, അല്ലെങ്കിൽ വീണ്ടും പ്രൈം നമ്പറുകൾ. ഇതുപോലെ ഇങ്ങനെ നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള നമ്പേഴ്സിനെയാണ് പരിചയമുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 25 കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, അല്ലെങ്കിൽ 216 കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അത് 6ൻ്റെ ക്യൂബ് ആണെന്നല്ലേ. അപ്പോൾ ഇങ്ങനത്തെ നമ്പേഴ്സ് ഉണ്ടോ എന്ന് ആദ്യം നോക്കുക. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് കണ്ണുകൊണ്ട് നോക്കിയാൽ മതി, അല്ലാതെ നമ്മൾ എടുത്ത് എഴുതി സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ആദ്യം ഇതുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കുക. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ പ്രൊസീഡ് ചെയ്യുക. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ ഫെമിലിയർ നമ്പേഴ്സ് ഒന്നും ഇല്ല. ഇപ്പോൾ പ്രൈം നമ്പേഴ്സ് ഒരു 3-4 എണ്ണം കാണാം, പക്ഷേ ബാക്കി പ്രൈം അല്ലാത്ത നമ്പേഴ്സും വരുന്നത് കൊണ്ട് ആ രീതിയിൽ നമുക്കിതിവിടെ പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ. സോ പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മുടെ മനസ്സിൽ പരിചയം ഉള്ള നമ്പേഴ്സ് അല്ല എന്ന് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അരിത്തമാറ്റിക്കലി ഈ നമ്പേഴ്സിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ നമ്പേഴ്സിനെ അരിത്തമാറ്റിക്കലി റിലേറ്റ് ചെയ്യാം, എന്താ നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അരിത്തമാറ്റിക്കലി റിലേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരുന്ന നമ്പേഴ്സ് തമ്മിൽ അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് ആയ അഡിഷൻ, സബ്ട്രാക്ഷൻ അതുപോലെ ഏതെങ്കിലും രീതിയിൽ റിലേഷൻഷിപ്പ് വരുന്നുണ്ടോ എന്ന് നോക്കണം. ഓക്കെ. സോ അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ ആദ്യത്തെ നമ്പർ 7, പിന്നത്തെ നമ്പർ 30 അല്ലേ. സോ 7 തൊട്ട് 30 വരെ പോകുന്ന ഒരു സീരീസാണ്. അപ്പോൾ ഇതിനെ നമുക്ക് കാണുമ്പോൾ അറിയാം ചെറിയ നമ്പറിൽ നിന്നും വലിയ നമ്പറിലേക്ക് പോകുന്ന ഒരു സീരീസ് ആയതുകൊണ്ട് ഇതിനെ നമുക്ക് ഇൻക്രീസിങ് സീരീസ് എന്ന് വിളിക്കും അല്ലേ. അപ്പോൾ ഇൻക്രീസിങ് സീരീസ് ആവാനാണെങ്കിൽ അതിനാകെ 2 ഓപ്ഷനേ ഉള്ളൂ. അതിലൊന്ന് അഡിഷനും അടുത്തത് മൾട്ടിപ്ലിക്കേഷനും ആണ്. സോ വളരെ പെട്ടെന്ന് വലിയ വലിയ നമ്പേഴ്സ് ആയി പോവുകയാണെങ്കിൽ അത് മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും, എന്നാൽ ചെറിയ രീതിയിൽ ഇൻക്രീസ് ചെയ്ത് പോവുകയാണെങ്കിൽ അത് അഡിഷൻ ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാനിപ്പോൾ സൈഡിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിൽ ഓർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങളുടെ
ആൻസർ പേപ്പറിലേക്ക് നിങ്ങൾ പകർത്തേണ്ട കാര്യങ്ങളല്ല ഇതൊന്നും തന്നെ. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ ക്വസ്റ്റ്യൻ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ എന്തൊന്നും എഴുതി സമയം കളയരുത്, നിങ്ങൾ മനസ്സിൽ ജസ്റ്റ് ഓർക്കുക. അപ്പോൾ ഇനി ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചെറിയ ഇൻക്രീസ് ആയതുകൊണ്ട് ഇതിൻ്റെ ലോജിക് ഏതായിരിക്കണം? അഡിഷൻ തന്നെ ആയിരിക്കണം. സോ അഡിഷൻ വെച്ചിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ നിങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അതിൽ സമയം സേവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ 7, പിന്നെ ഇവിടെ 11, നെക്സ്റ്റ് 15, അതുപോലെ 19, വീണ്ടും 23, 27 ആൻഡ് 30. അപ്പോൾ ഈ തന്നിരിക്കുന്ന നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കേ. അഡിഷൻ വെച്ച് നോക്കുമ്പോൾ 7ഉം 11ഉം +4, 11ഉം 15ഉം വീണ്ടും +4, 15ഉം 19ഉം +4. ഇനി ഇവിടേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും +4, ഇവിടേക്ക് നോക്കിയാലും +4. അപ്പോൾ ഇവിടെ +4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഏത് വരണം? 31 ആണ് വേണ്ടത്, 30 അല്ല അല്ലേ? സോ 31 തെറ്റും, അല്ല 31 ശരിയും 30 ഇവിടെ തെറ്റുമാണ് വരുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ശരിയുത്തരം ഏതായിരിക്കും? ഇവിടെ ഇത് തെറ്റ്, പിന്നെ തെറ്റിച്ചു, ഇത് കറക്റ്റായിട്ട് വരണം, ഇത് തെറ്റായിട്ട് വരണം അല്ലേ? സോ ഇവിടെ ഈ തന്നിരിക്കുന്ന കൂട്ടത്തിൽ, അയ്യോ ഓപ്ഷൻസിൽ അത് ആഡ് ചെയ്തിട്ടില്ലല്ലോ, ഞാൻ അടുത്ത ഓപ്ഷൻ ആയിട്ട് ഇടാം. സോ അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇവിടെ ഏതാണ് വരുന്നത്? 31 ആണ് നമ്മുടെ 30 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് ഇവിടേക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 30 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വേണ്ടത്. സോ 30 നമ്മുടെ ഓപ്ഷൻ നമ്പർ ഡിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മളിവിടെ ചൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ അടുത്ത ചോദ്യം, വാട്ട് വിൽ കം ഇൻ പ്ലേസ് ഓഫ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദി ഫോളോയിങ് സീരീസ്. അപ്പോൾ ഈ കൂട്ടത്തിൽ തെറ്റായ ടേം കണ്ടെത്താനല്ല, പകരം ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ സ്ഥാനത്ത് ഏത് നമ്പർ വരും എന്നാണ് നമ്മളിവിടെ കണ്ടെത്തേണ്ടത് അല്ലേ? അപ്പോൾ നമ്മളിവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ 35, 210, 1050, 4200-25200 ഇതൊക്കെയാണ് തന്നിരിക്കുന്ന നമ്പേഴ്സ്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? തന്നിരിക്കുന്ന നമ്പേഴ്സിൽ പരിചയം ഉള്ള നമ്പേഴ്സ് ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം അല്ലേ? ഇവിടെ പരിചയമുള്ള നമ്പേഴ്സ് ഏതെങ്കിലും ഉണ്ടോ? പ്രത്യേകിച്ച് സ്ക്വയറും ക്യൂബും ഒന്നും നമുക്ക് കാണാനില്ല, അപ്പോൾ പിന്നെ അങ്ങോട്ട് നോക്കണ്ട. പിന്നെ നമ്മൾ നോക്കുന്നത് തന്നിരിക്കുന്ന നമ്പേഴ്സിനെ നമുക്ക് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് മുഖേന റിലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ്. അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് 35ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 25200 വരെ പോയിരിക്കുന്ന ഒരു സീരീസാണ്. അപ്പോൾ നോക്കിക്കേ, വെറും 2 ഡിജിറ്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് 5 ഡിജിറ്റ് വരെ പോയിരിക്കുന്ന ഒരു സീരീസാണ് അല്ലേ? അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇൻക്രീസ് ചെയ്യുന്ന ഒരു സീരീസാണ്. നമ്മുടെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പോലെ പെട്ടെന്ന് ഇൻക്രീസ് അല്ലെങ്കിൽ മെല്ലെ ഇൻക്രീസ് ചെയ്യുന്ന ഒരു സീരീസ് ആണോ ഇത്? അല്ല അല്ലേ? 2 ഡിജിറ്റ് നമ്പർ 5 ഡിജിറ്റ് നമ്പർ വരെ പെട്ടെന്ന് അങ്ങ് ഇൻക്രീസ് ചെയ്ത് പോകുമ്പം അതിൻ്റെ അർത്ഥം ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ലോജിക്ക് ഏതായിരിക്കും എന്നാണ്. ഇൻക്രീസിനാണെങ്കിൽ ആകെ അഡിഷനോ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷനോ ഉള്ളൂ. സോ ഇവിടെ അഡിഷൻ അല്ല, പകരം നമ്മളിവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വീണ്ടും ഇത് മൾട്ടിപ്ലിക്കേഷൻ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു സീരീസ് ആയിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിൽ ഓർക്കുക. എന്നിട്ട് വിത്ത് റെസ്പെക്ട് ടു മൾട്ടിപ്ലിക്കേഷൻ നമുക്കിത് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം 35 ഉണ്ട്, വീണ്ടും 210, വീണ്ടും 150, വീണ്ടും 4200, അടുത്ത ടേം മിസ്സിംഗ്, അതിനുശേഷം 25200. സോ വിത്ത് റെസ്പെക്ട് ടു മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ? 35ഉം 210ഉം തമ്മിൽ എത്രേൻ്റെ മൾട്ടിപ്പിൾ ആണ്? ഇരട്ടി എടുത്താൽ 70 ഇൻറ്റു 3 ആണ് 210 വരെ. സോ 2 × 3, ഇവിടെ ഇൻറ്റു 6 ആണ് വേണ്ടത്. ഇനി ഇവിടേക്ക് നോക്കിയിട്ടുണ്ടെങ്കിലോ 210ഉം 1050ഉം തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡയറക്റ്റ്ലി 5ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും അല്ലേ? എങ്ങനെ ഒരു നമ്പറിനെ പെട്ടെന്ന് നമുക്ക് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക? ഫോർ എക്സാമ്പിൾ നമ്മുടെ കയ്യിൽ 14 ഉണ്ട്, 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ആ നമ്പറിൻ്റെ പകുതി എടുക്കുക, എന്നിട്ടൊരു 0 ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ 14ൻ്റെ പകുതി എത്രയാണ്? 7 ആണ്, ഒരു 0 ഇട്ട് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് 12നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ പകുതി എടുക്കുക, 6, ഒരു 0 ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് 220നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും. 220ൻ്റെ പകുതി 110, ഒരു 0 കൂടി ഇട്ട് കൊടുക്കുക. സോ അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിലാണ് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ബൈ 5 നമുക്ക് പെട്ടെന്ന് ആൻസർ ആയിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ കറക്റ്റ് ആൻസർ വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇവിടേക്കുള്ള റിലേഷൻഷിപ്പ്. ഇവിടെ 1050ഉം വീണ്ടും 4200ഉം തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് വരുന്നത്. സോ ഇവിടേക്ക് 50ഉം ഇവിടെ 200ഉം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 200/50 ചെയ്താൽ 4, അപ്പം 4th മൾട്ടിപ്പിൾ ആവാനാണ് സാധ്യത. ഇതിനെ ഇപ്പോൾ ഞാൻ മനസ്സിൽ ചെയ്യുന്ന എങ്ങനെയാണെന്ന് ജസ്റ്റ് കാണിച്ചു തരാം.
1050 നമുക്ക് വേണമെങ്കിൽ 1000 + 50 എന്ന് മനസ്സിലെഴുതാം. സ്റ്റെപ്പായിട്ട് എഴുതേണ്ട, മനസ്സിലെടുത്താൽ മതി. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? 1000 × 4 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4000 കിട്ടും. 50 × 4 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടും? നമുക്ക് ഇവിടേക്ക് 200 കിട്ടും. സോ അതാണ് ഈ 4200 ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ മൾട്ടിപ്ലിക്കേഷൻ്റെ ചെറിയ ചെറിയ ഷോർട്ട് കട്ട്സ് നമ്മൾ പേനയും പേപ്പറും ഉപയോഗിക്കാതെ നമ്മൾ പെട്ടെന്ന് മനസ്സിൽ ചെയ്തു പോകുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കാം. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നോർമൽ സാധാരണ മൾട്ടിപ്ലിക്കേഷൻ ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വ്യത്യാസം 1 ആണ്, ഇവിടെയും വ്യത്യാസം 1 ആണ്. അപ്പോൾ അതേപോലെ ഇവിടെ -1 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടേക്ക് × 3 കിട്ടണം. ഇനി വീണ്ടും ഇവിടേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ × 2 കിട്ടണം അല്ലേ. സോ ഇതിനെ × 3 ചെയ്യുന്നതിലും എളുപ്പം ഇതിനെ 2 ആയി വെച്ചിട്ട് പകുതി എടുക്കുന്നതാണ്. സോ 252ൻ്റെ പകുതി എന്ന് പറയുന്നത് എത്രയായിരിക്കും? അതിൻ്റെ ആൻസർ ആയിരിക്കും നമുക്ക് അതെ, അതിൻ്റെ ആൻസർ ആയിരിക്കും നമുക്ക് ഇങ്ങോട്ട് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. അപ്പോൾ 252ൻ്റെ പകുതി എത്രയാണ്? 126 ആണ്, എല്ലാവർക്കും അറിയാം. സോ 126ന് ഇവിടേക്ക് എടുക്കുക, പിന്നെ അതിൻ്റെ കൂടെ ജസ്റ്റ് 2 സീറോയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. സോ ഇവിടെ നമ്മുടെ ആൻസർ ഏതായിരിക്കും? 12600 നമ്മുടെ ഓപ്ഷൻ നമ്പർ 2-ലാണ് വന്നിരിക്കുന്നത്. സോ വളരെ ഈസി ആയിട്ട് ഈ ചോദ്യത്തിൻ്റെ ശരി ഉത്തരം ഓപ്ഷൻ നമ്പർ ബി ആണ് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, എളുപ്പത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ചോദ്യം എല്ലാവർക്കും വീണ്ടും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ അടുത്ത ചോദ്യം വീണ്ടും ഒരു നമ്പർ സീരീസിൻ്റെ ചോദ്യം തന്നെയാണ്. അപ്പോൾ ഈ നമ്പർ സീരീസിൽ അടുത്തതായിട്ട് വരുന്ന ടേം കണ്ടുപിടിക്കുക അല്ലേ. ദ നെക്സ്റ്റ് ടേം ഇൻ ദ സീരീസ് 7, 18, 40, 73, 117 ഇസ് ഡാഷ്. അടുത്ത ടേം ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കുക, ഇവിടെ പരിചയമുള്ള നമ്പേഴ്സ് ഉണ്ടോ? നമുക്ക് പരിചയമുള്ള നമ്പേഴ്സിന് പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല, സ്ക്വയറും ക്യൂബൊന്നും ഇല്ല. പിന്നെ നമുക്ക് വേണ്ടത് പരിചയമുള്ള നമ്പേഴ്സ് കഴിഞ്ഞാൽ അരിത്തമെറ്റിക് ഓപ്പറേഷൻ ആണ് അല്ലേ. സോ 7 തൊട്ട് 117 വരെ പോകുന്ന ഒരു സീരീസാണ്. അപ്പോൾ ഇത് 4-5 ടേംസും കൊണ്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇത് രണ്ടും ആവാൻ സാധ്യതയുണ്ട്. അഡിഷൻ പോലെ അത്യാവശ്യം നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്ത് പോകുന്ന ഒരു സീരീസാണ്. അപ്പോൾ ഇത് അഡിഷനും ആകാം മൾട്ടിപ്ലിക്കേഷനും ആകാം, രണ്ടും നമുക്ക് ചെയ്ത് നോക്കാം. അഡിഷൻ ആണെങ്കിൽ അതൊരു അത്യാവശ്യം വലിയ വാല്യൂ വെച്ചിട്ടുള്ള അഡിഷനും, ഇനി മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഒരു ചെറിയ വാല്യൂ വെച്ചിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ആവാനാണ് സാധ്യത. കാരണം ഇൻക്രീസ് അത്യാവശ്യം ഒരു മോഡറേറ്റ് രീതിയിലുള്ള ഇൻക്രീസാണ് നമുക്കിവിടെ കാണുന്നത്. ഒരു ഇടത്തരം രീതിയിലുള്ള വളർച്ച, അതാണ് നമ്മുടെ ഈ സീരീസിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇനി ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ ടേംസ് എടുത്ത് നോക്കാം. ഇവിടെ 7, നെക്സ്റ്റ് 18, അടുത്തത് 40, വീണ്ടും ഇവിടെ 73, വീണ്ടും ഇവിടേക്ക് 117 അല്ലേ. അപ്പോൾ അഡിഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിലോ ഇവിടേക്ക് ആദ്യം ജസ്റ്റ് അഡിഷൻ ട്രൈ ചെയ്ത് നോക്കാം. അത് വർക്ക് ആയില്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷനും നോക്കാം. ഓക്കെ, അല്ലെങ്കിൽ രണ്ടും വേണമെങ്കിൽ പാരലലി നോക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതിനെ നമുക്ക് × 2 + 4 എന്ന് മൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. അഡിഷൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ എത്രയാണ്? ഡയറക്റ്റ്ലി 11 ആണ് നമ്മുടെ അഡിഷൻ്റെ വാല്യൂ ആയിട്ട് ഇവിടേക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് 18ഉം 40ഉം, ആദ്യം നമ്മൾ 7ഉം അതുപോലെ തന്നെ 18ഉം ചെയ്തു. അപ്പോൾ ഇനി അടുത്തതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് 18ഉം 40ഉം തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഇവിടേക്ക് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ എത്ര വ്യത്യാസമുണ്ട്? 22ൻ്റെ വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിലോ നമ്മൾ × 2 ചെയ്താൽ 36 കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ × 2 + 4 ഇവിടേക്കും അത് തന്നെയാണ് വരുന്നത്. ഓക്കെ, സോ ഒരേപോലെ തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ഇവിടെ 33ൻ്റെ വ്യത്യാസം നമുക്കിവിടെ കാണാം. അപ്പോൾ ഇവിടെ പക്ഷേ × 2 ചെയ്ത് കഴിഞ്ഞാൽ 80 കിട്ടും. പുറകിലേക്കാണ് പോകുന്നത്. × 2 - 7 ആണ്. അപ്പോൾ ഇത് കൺസിസ്റ്റൻ്റ് അല്ല, പക്ഷേ താഴെയുള്ളത് കൺസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ താഴെയുള്ളത് ശരി ഉത്തരമാവാനാണ് സാധ്യത കൂടുതൽ അല്ലേ. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇനി അടുത്തതുകൂടി ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്താൽ 117ഉം 73ഉം 4ഉം 4ഉം +44ൻ്റെ വ്യത്യാസമാണ് ഇവിടേക്ക് വരുന്നത്. സോ അതിൻ്റെ അർത്ഥം നമ്മൾ ഇവിടെ മുകളിലെടുത്ത മൾട്ടിപ്ലിക്കേഷൻ്റെ ലോജിക്കിനേക്കാളും കൂടുതൽ ഈ ഒരു അഡിഷൻ്റെ ലോജിക്കാണ് ഇവിടെ ശരി ഉത്തരമാവാനുള്ള സാധ്യത കൂടുതൽ അല്ലേ. സോ ഇപ്പോൾ താഴേക്ക് ഇറക്കി എഴുതണമെങ്കിൽ വേണമെങ്കിൽ അതും കൂടി എഴുതാം. ഇത് 11ൻ്റെ ഡിഫറൻസ് ആണ്, ഇവിടേക്കും 11ൻ്റെ ഡിഫറൻസ് ആണ്, ഇവിടേക്കും 11ൻ്റെ ഡിഫറൻസ് ആണ്. അപ്പോൾ ഇവിടെയും അതുപോലെ 11ൻ്റെ ഡിഫറൻസ് കൊടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ 55 വരും അല്ലേ. സോ 117ൻ്റെ കൂടെ നമുക്ക് 55 ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് 172 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ശരി ഉത്തരം 172 നമ്മുടെ ഓപ്ഷൻ നമ്പർ ഡിയിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും വീണ്ടും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇനി നമ്മുടെ അടുത്ത ചോദ്യം നോക്കാമേ. ഇതാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഫൈൻഡ് ഔട്ട് ദ റോങ് ടേം ഇൻ ദ നമ്പർ സീരീസ്. ഈ തന്നിരിക്കുന്ന നമ്പർ സീരീസിലെ തെറ്റായിട്ടുള്ള ടേം ഏതാണെന്ന് കണ്ടെത്തണം. 8, 14, 26, 48,
98, 194, 386. ഇതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റുക? സോ വീണ്ടും നേരത്തെ നമ്മൾ പറഞ്ഞ അതേ സ്റ്റെപ്പുകൾ തന്നെ ഫോളോ ചെയ്യാം. സോ നമ്മുടെ തെറ്റായ നമ്പറിനെ കണ്ടെത്തേണ്ട രണ്ടാമത്തെ ചോദ്യമാണിത്. ഇത് പരിചയമുള്ള നമ്പേഴ്സ് നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? പരിചയമുള്ള നമ്പേഴ്സ് ഒന്നുമില്ല അല്ലേ, സ്ക്വയറും ക്യൂബൊന്നും ഇല്ല. പിന്നെ നമുക്ക് എടുക്കാനുള്ളത് അരിത്തമെറ്റിക് ലോജിക് ആണ്. അരിത്തമെറ്റിക്കലി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 8ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 386 വരെ പോകുന്ന ഒരു സീരീസാണ്. അപ്പോൾ ഇത് മൾട്ടിപ്ലിക്കേഷൻ ആവാൻ സാധ്യതയുണ്ട്. കാരണം ഒറ്റ ഡിജിറ്റിൽ നിന്ന് 3 ഡിജിറ്റ് വരെ പോയ ഒരു സീരീസ് ആണല്ലോ. അപ്പോൾ ഇതൊരു ഇൻക്രീസിങ് സീരീസ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഇതൊരു വളരുന്ന സീരീസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ നമുക്കിവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അഡിഷൻ ആവുകയാണെങ്കിൽ ഇച്ചിരിയും കൂടി ചെറിയ വാല്യൂസ് വരണം. മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോഴാണ് പൊതുവെ ഇത്രയും വലിയ വാല്യൂസ് വരും. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഇവിടെ ആദ്യം 8, നെക്സ്റ്റ് ഇവിടെ 14, അടുത്തത് 26, വീണ്ടും 48, അത് കഴിഞ്ഞ് 98, 194, 386. ഓക്കെ, അപ്പോൾ ഈ കൂട്ടത്തിൽ അടുത്ത ടേമിനെ അല്ല, നമ്മുടെ തെറ്റായിട്ടുള്ള ടേമിനെയാണ് ഇവിടെ കണ്ടെത്തേണ്ടത് കേട്ടോ. സോ തെറ്റായ ടേം ഏത് വേണമെങ്കിലും ആകാം. അപ്പോൾ ഒന്നാമത്തെ ടേം ആകാം, അല്ലെങ്കിൽ ലാസ്റ്റത്തെ ടേം ആകാം, ഇടയിലുള്ള ടേം ഏത് വേണമെങ്കിലും ആകാം. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ്റെ പേരിൽ നമ്മളിതിനെ റിലേറ്റ് ചെയ്യുമ്പോൾ 8ഉം 14ഉം ആണ്. 8ൻ്റെ ഇരട്ടി എത്രയാണ്? 16 അല്ലേ. സോ ഇൻടു 2 -2 ആയിട്ട് ഇതിനെ നമുക്ക് എടുക്കാം. ഇനി ഇവിടെ വീണ്ടും അത് തന്നെ അപ്ലൈ ചെയ്ത് നോക്കിയാലോ. 14ൻ്റെ ഇരട്ടി എത്രയാണ്? 28 ആണ്. -2 ചെയ്താൽ ഇവിടെയും കറക്റ്റ് ആണ്. ഇൻടു 2 -2 ഇവിടെ ശരിയാണ്. ഇനി അടുത്തത് നമുക്ക് 26 ആണ് അല്ലേ. അപ്പോൾ 26ൻ്റെ ഇരട്ടി എന്ന് വെച്ചാൽ 52 ആണ്. അപ്പോൾ ഇവിടെ ഇൻടു 2 -4 ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി 48ൻ്റെ ഇരട്ടി 96, ഇവിടെ ഇൻടു 2 +2 ആണ് വന്നിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് 98 ആണ്, അതിൻ്റെ ഇരട്ടി എത്രയാണ്? 196 വരും. ഇവിടെയും ഇൻടു 2 -2. ഇനി അടുത്തത് 194, അതിൻ്റെ ഇരട്ടി 388 ആണ് വരുന്നത്. സോ അപ്പോൾ ഇവിടെയും ഇൻടു 2 -2. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ കൂട്ടത്തിൽ തെറ്റായ ടേമിനെ കണ്ടെത്താനാണ്. സോ തെറ്റായ ടേം എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളത് വ്യത്യാസം ഉണ്ടാകും, ബാക്കിയൊക്കെ സെയിം ആയിരിക്കും. അപ്പോൾ ഈ കൂട്ടത്തിൽ മെജോറിറ്റി അല്ലെങ്കിൽ ഭൂരിഭാഗം വർക്കാവുന്ന ലോജിക് ഏതാണെന്ന് നോക്കുക. സോ ഇവിടെ ഇൻടു 2 -2, ഇൻടു 2 -2, ഇൻടു 2 -2, ഇൻടു 2 -2 അല്ലേ. അപ്പോൾ ഇവിടെ എല്ലായിടത്തും ഇൻടു 2 -2 വർക്ക് ആവുന്നുണ്ട്. ഒരിടത്ത് മാത്രം, അല്ലെങ്കിൽ ഒരു നമ്പറിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ എന്ത് ചെയ്യാം? ആ നമ്പറിൻ്റെ അടുത്തുള്ളതിനെയും കൂടി ഒന്ന് മാറ്റി നോക്കുക. സോ ഇവിടെ ഇൻടു 2 -4 വന്നു. അതിന് പകരം ഇൻടു 2 -2 ആയിരുന്നെങ്കിലോ എത്രയായിരുന്നു ആൻസർ കിട്ടേണ്ടിയിരുന്നത്? നമുക്ക് അന്നേരം ഇവിടേക്ക് 50 കിട്ടിയേനെ അല്ലേ. ഇനി 50 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇൻടു 2 -2 വർക്ക് ആവോ നോക്കിക്കേ. ഇൻടു 2 ചെയ്താൽ 100, -2 ചെയ്താൽ 98. അപ്പോൾ ശരിയാണ്. സോ 50 ഇവിടെ വരണമായിരുന്നു, 48 അല്ല. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഈ കൂട്ടത്തിലെ തെറ്റായ ടേം ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ നമ്പർ ബിയിലുള്ള 48 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അപ്പോൾ ഇത് നമ്മുടെ നമ്പർ സീരീസിൻ്റെ ചോദ്യമാണ്. ഇനി അടുത്ത ചോദ്യം നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ആൽഫബറ്റ് സീരീസിൻ്റെ ചോദ്യമാണ് കേട്ടോ. ദ നെക്സ്റ്റ് ടേം ഓഫ് ദ ഫോളോയിങ് ലെറ്റർ സീരീസ് വിൽ ബി ഡാഷ്. ഈ തന്നിരിക്കുന്ന ലെറ്റർ സീരീസിലെ അടുത്ത ടേം ഏതായിരിക്കും? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, CAW, HFT, MKW, RPN. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ എങ്ങനെയാണ് സോൾവ് ചെയ്യാന്ന് ഞാൻ ഇത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പോവുകയാണ്. കാരണം നിങ്ങളൊക്കെ എത്ര ലെവൽ വരെ, അതായത് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഏത് ലെവലാണ്, അല്ലെങ്കിൽ നിങ്ങൾ ബിഗിനേഴ്സ് ആണോ എന്ന് എനിക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ഇതിൻ്റെ ലോജിക്ക് വരുന്നതെന്ന് പ്ലേസ് വാല്യൂ തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് പറയുകയാണ്. സോ കുറച്ചൊക്കെ സോൾവ് ചെയ്ത് പരിചയമുള്ളവർ അവർക്കിത് ഓൾറെഡി അറിയാമായിരിക്കും. അപ്പോൾ അവർക്കത് ചിലപ്പോൾ പിന്നെയും കേൾക്കുമ്പോൾ ബോറടിക്കും. സോ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ജസ്റ്റ് സ്കിപ്പ് ചെയ്തോളൂ, കുഴപ്പമില്ല. ഇത് ബേസിക് അറിയാത്തവർക്കോ അല്ലെങ്കിൽ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ ഫസ്റ്റ് CAW ആണ്. നെക്സ്റ്റ് ഇവിടേക്ക് നമുക്ക് HFT എന്ന് എഴുതാം. അതിനുശേഷം MK and Q എന്ന് എഴുതാം. വീണ്ടും ഇവിടേക്ക് RP and N എന്ന് എഴുതാം. സോ അപ്പോൾ ഇനി ഈ കൂട്ടത്തിലെ അടുത്ത ടേം ഏതാണെന്ന് കണ്ടെത്തണം. സോ ഇതുപോലെയുള്ള ആൽഫബറ്റ്സിൻ്റെ സീരീസിൽ നിന്നും നമ്മൾ ചോദ്യങ്ങൾ വരുമ്പോൾ എപ്പോഴും അതിൻ്റെ പ്ലേസ് വാല്യൂ അല്ലെങ്കിൽ അക്ഷരമാലയിൽ ഈ അക്ഷരങ്ങളുടെ ക്രമം അനുസരിച്ചിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ ഇതിൻ്റെ പ്ലേസ് വാല്യൂ 3, കാരണം ABC, C ആണ് മൂന്നാമത്തെ അക്ഷരം. ഓക്കെ, അടുത്തത് H 8ാമത്തെ അക്ഷരം, ഇത് 13, 18,
വീണ്ടും ഒന്നാമത്തെ അക്ഷരം, ആറാമത്തെ അക്ഷരം, 11ാമത്തെ അക്ഷരം, 16ാമത്തെ അക്ഷരം, 23ാമത്തെ അക്ഷരം, 20ാമത്തത്, 17ാമത്തത്, 14ാമത്തത്. ഓക്കെ, അപ്പോൾ ഇനി ഇവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് നോക്കുക. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞു തന്നത് കോൺസെപ്റ്റുകൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, സ്കിപ്പ് ചെയ്തോളൂ, ഇനിയുള്ളത് കണ്ടാൽ മതി. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം ഇവിടെ നിങ്ങൾക്ക് +5 കാണാം, ഇവിടെയും അതുപോലെ +5 ആണ്, ഇവിടെയും അതുപോലെ +5 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ 5 ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ 23 കിട്ടും. സോ ഡബ്ല്യുവിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ആൻസർ. ഇത് രണ്ടും ഇവിടെ യു ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ പ്രത്യേകിച്ച് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. ഇനി അതല്ല നിങ്ങൾ ഈ ടേമിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ക്ലിയർലി കാണാം ഇവിടേക്ക് വരുന്നത് 5ൻ്റെ വ്യത്യാസമാണ്. അപ്പോൾ ഇവിടെയും 5 ചെയ്ത് കഴിഞ്ഞാൽ യു കറക്റ്റ് ആയിട്ട് വരും. ഇനി ലാസ്റ്റ് നോക്കിയിട്ടുണ്ടെങ്കിലോ 23ഉം 20ഉം -3 ആണ്. 20ഉം 17ഉം -3, 17ഉം 14ഉം -3. അപ്പോൾ ഇവിടേക്ക് -3 ചെയ്താൽ എത്ര കിട്ടും? നമുക്ക് 11K ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ശരിയുത്തരം ഏതായിരിക്കും? WUK എന്ന് പറയുന്നതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ അത് നമ്മുടെ ഓപ്ഷൻ നമ്പർ ബി ആണ്. അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ചോദ്യം വീണ്ടും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ അടുത്ത ചോദ്യം വീണ്ടും ഒരു നമ്പർ സീരീസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഇവിടെ ദ നെക്സ്റ്റ് ടേം ഇൻ ദ സീരീസ് ഇസ്, ആദ്യം 5ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. 5 ഉണ്ട്, 19 ഉണ്ട്, 49 ഉണ്ട്, 101, 181, 295. അടുത്തത് ഏതാന്ന് നോക്കുക. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തതിന് കുറച്ചൊരു ഡിഫറൻസ് വന്നിരിക്കുന്ന ക്വസ്റ്റൻ ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റൻ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഫെമിലിയർ നമ്പർ, ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്, വേറെ ഒന്നും സ്ക്വയറും ക്യൂബൊന്നും ഇല്ല. അപ്പോൾ നമ്മളിത് സോൾവ് ചെയ്യണമെങ്കിൽ ഫെമിലിയർ നമ്പേഴ്സ് എടുത്തിട്ട് കാര്യമില്ല. നമ്മളപ്പോൾ നമ്പേഴ്സിന് പകരം നമ്മുടെ ബേസിക് ആയിട്ടുള്ള അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഏതെങ്കിലും വർക്കിംഗ് ആണോ നോക്കണം. ഓക്കെ, 5 ഉണ്ട്, 9 ഉണ്ട്, 49 ഉണ്ട്, നെക്സ്റ്റ് 19 ആണ് കേട്ടോ, 49 ഉണ്ട്, 101 ഉണ്ട്, 181, വീണ്ടും 295. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് 5ൽ നിന്നും 295 വരെ പോകുന്നതായതുകൊണ്ട് ഒന്നുകിൽ ഇവിടെ അഡിഷൻ ആയിരിക്കും, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. അഡിഷൻ വരികയാണെങ്കിൽ വലിയ നമ്പേഴ്സ് ആയിരിക്കും, മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ചെറിയ നമ്പേഴ്സ് ആയിരിക്കും അല്ലേ. അപ്പോൾ രണ്ടും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. സോ ഇപ്പോൾ ഇവിടെ 5ഉം 19ഉം എത്രേൻ്റെ വ്യത്യാസമുണ്ട്? ഇത് 14ൻ്റെ വ്യത്യാസമാണ് വരുന്നത്. ഇനി 19ഉം 49ഉം തമ്മിൽ 30ൻ്റെ വ്യത്യാസം. ഇനി ഇതിനെ മൾട്ടിപ്ലിക്കേഷൻ വെച്ച് ചെയ്യുകയാണെങ്കിലോ ഇവിടെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇൻറ്റു 4, 20 -1 എന്നെടുക്കാം. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ 19 നമുക്ക് ഇൻറ്റു 3 എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് വലിയ നമ്പറാവും. എത്രയാവും? 57 ആവും. ഇൻറ്റു 2 എടുത്താൽ 38 ആവുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ഇൻറ്റു 4ലേക്ക് വരുന്നില്ല. അപ്പോൾ ഇത് മൾട്ടിപ്ലിക്കേഷൻ ആവാൻ സാധ്യതയില്ല. നമുക്ക് എന്തായാലും അഡിഷൻ വെച്ച് തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് 49ഉം 101ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ഇവിടേക്ക് 2ഉം 5ഉം 52ൻ്റെ വ്യത്യാസമാണ് വരുന്നത്. ഇനി ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിലോ ഇത് ഡയറക്റ്റ്ലി നമുക്ക് എത്രേൻ്റെ വ്യത്യാസമാണ് വന്നിരിക്കുന്നത്? 101ഉം പിന്നെ 101ഉം 181ഉം ഡയറക്റ്റ്ലി 80ൻ്റെ വ്യത്യാസം. ഇനി ഇത് രണ്ടും തമ്മിൽ എത്രയാണ്? 295ഉം 181ഉം 114ൻ്റെ വ്യത്യാസം. ഇത് തമ്മിൽ പ്രത്യേകിച്ച് ഒരു ബന്ധവും നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ എന്തായാലും വേറെ ലോജിക്ക് വർക്ക് ആവാൻ സാധ്യതയില്ല. മൾട്ടിപ്ലിക്കേഷൻ അല്ലാന്ന് എന്തായാലും തോന്നി. ഈ എവിടെ അഡിഷൻ ഒറ്റ നോട്ടത്തിൽ ഒന്നും തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? വീണ്ടും താഴേക്ക് ഒന്നുകൂടി ഇറക്കി നോക്കുക. ഇവർ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ നോക്കുക. 14ഉം 30ഉം തമ്മിലുള്ള ബന്ധം 16 ആണ്. 30ഉം 52 തമ്മിലുള്ള ബന്ധം 22 ആണ്. 16 + 6 ആണ് 22 വരുന്നത്. 52ഉം 80ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 28ൻ്റെ ആണ് അല്ലേ. വീണ്ടും 22 + 6 ആണ് 28 വരുന്നത്. അപ്പോൾ ഇവിടേക്ക് നോക്കിയിട്ടുണ്ടെങ്കിലോ 80ഉം വീണ്ടും 114ഉം എത്രേൻ്റെ വ്യത്യാസമാണ്? 34ൻ്റെ വ്യത്യാസം. അപ്പോൾ ഇവിടെയും വരുന്ന വ്യത്യാസവും 6 തന്നെയാണ് അല്ലേ. അപ്പോൾ ഞാൻ അതിനെ ജസ്റ്റ് താഴേക്ക് കൂടി ഇറക്കി എഴുതുകയാണേ, മനസ്സിലാകാൻ വേണ്ടി. ഇത്രയും സ്റ്റെപ്പ് വരെ മതി. ആക്ച്വലി നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആകാൻ വേണ്ടി ഇറക്കി എഴുതുന്നു എന്നേ ഉള്ളൂ. ഇവിടെ 6ൻ്റെ വ്യത്യാസം, ഇവിടെ വീണ്ടും 6ൻ്റെ വ്യത്യാസം, ഇവിടെ വീണ്ടും 6ൻ്റെ വ്യത്യാസം. സോ അങ്ങനെയാണ് വരുന്നതെങ്കിൽ ഇവിടേക്ക് 6 ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആൻസർ എത്ര കിട്ടും? നമുക്ക് ഇവിടേക്ക് 40 കിട്ടും. ഇനി 114ൻ്റെ കൂടെ 40 ആഡ് ചെയ്താൽ, ഇതിനെ ആഡ് ചെയ്താൽ നമുക്കിവിടെ ആൻസർ എത്ര കിട്ടും? 154 കിട്ടും. സോ നമ്മുടെ ആൻസർ 295ൻ്റെ കൂടെ 154 ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടേക്ക് 449 ആൻസർ ആയിട്ട് വരും. ഓക്കെ, 449 ഓപ്ഷൻ നമ്പർ 3യിലാണ് പോയിരിക്കുന്നത്. സോ അതാണ് ഈ ചോദ്യത്തിൻ്റെ ശരിയുത്തരമായിട്ട് നമുക്കിവിടേക്ക് വരുന്നത്.
ഓക്കെ, അപ്പോൾ ഇത് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. സോ അപ്പോൾ ഇതിനെ നമ്മൾ സാധാരണ മൾട്ടി ലെവൽ സീരീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ കൂടി വരാറുണ്ട് എന്ന് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ചോദ്യം സോൾവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദ്യം, ഫൈൻഡ് ദി ഓഡ് മാൻ ഔട്ട്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ചോദ്യത്തിൽ തെറ്റായിരിക്കുന്ന ടേം ഏതാണെന്ന് കണ്ടെത്തുക. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുക? ഒന്നാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ഫെമിലിയർ നമ്പർ ഉണ്ടോ നോക്കണം അല്ലേ. സ്ക്വയറോ ക്യൂബോ ഉണ്ടോ? ഈ നമ്പേഴ്സൊക്കെ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിച്ച് നോക്കിക്കേ. ഈ നമ്പേഴ്സ് സ്ക്വയറും ക്യൂബും മാത്രമേ ഉള്ളൂ അല്ലേ. 8 2ൻ്റെ ക്യൂബ്, ഇത് 27 3ൻ്റെ ക്യൂബ്, ഇത് 4ൻ്റെ ക്യൂബ്, നെക്സ്റ്റ് ഇത് 5ൻ്റെ ക്യൂബ്, നെക്സ്റ്റ് നമുക്ക് ഇവിടെ ഇത് 10ൻ്റെ സ്ക്വയർ തന്നിട്ടുണ്ട്. ഇനി അടുത്തത് 5ൻ്റെ ക്യൂബ് ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് 6ൻ്റെ ക്യൂബ്, അടുത്തത് 7ൻ്റെ ക്യൂബ്. അപ്പോൾ ഇതിലൊക്കെ ക്യൂബുകളാണ് തന്നിരിക്കുന്നത്. 2 3 4. അതിനുശേഷം 5ൻ്റെ ക്യൂബ് തന്നു, 6ൻ്റെ ക്യൂബ് തന്നു, 7ൻ്റെ ക്യൂബ് തന്നു. ഇവിടെ മാത്രം നമുക്ക് ഇവിടെ 10ൻ്റെ സ്ക്വയർ ആണ് തന്നിരിക്കുന്നത്. 64ന് വേണമെങ്കിൽ നമുക്ക് 8ൻ്റെ സ്ക്വയർ ആയിട്ടും ഇവിടെ കൺസിഡർ ചെയ്യാം. പക്ഷേ 64 ഓപ്ഷൻസിൽ വരുന്നില്ല. അത് ക്യൂബും കൂടി ആയതുകൊണ്ട് നമുക്കതിനെ ആൻസർ ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ കൂട്ടത്തിൽ ക്യൂബ് അല്ലാത്ത നമ്പർ എന്ന് പറയുന്നത് 100 മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും സോൾവ് ചെയ്യുക? വ്യത്യാസമുള്ള നമ്പർ ഏതായിരിക്കും? ആ ക്യൂബ് അല്ലാത്ത നമ്പർ തന്നെയായിരിക്കും. ഞാൻ എന്തായാലും ഇവിടേക്ക് കൂടി എഴുതാം. ഇത് 2ൻ്റെ ക്യൂബാണ്, 3ൻ്റെ ക്യൂബ്, ഇത് 4ൻ്റെ ക്യൂബ്, 5ൻ്റെ ക്യൂബ്, നെക്സ്റ്റ് 6ൻ്റെ ക്യൂബ് ആൻഡ് 7ൻ്റെ ക്യൂബ്. ഇത് മാത്രം ഇവിടെ 10ൻ്റെ സ്ക്വയർ ആണ് വരുന്നത് അല്ലേ. സോ ഇവിടെ നമുക്ക് സ്ക്വയർ വന്നിരിക്കുന്നത് ഏതിലായിരിക്കും? 100 ആയിരിക്കും. സോ ഓപ്ഷൻ നമ്പർ ബിയിലുള്ള 100 ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും വീണ്ടും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അടുത്ത ചോദ്യം നോക്കാം. നമ്മുടെ അടുത്ത ചോദ്യം, നമ്മളിവിടെ ഓഡായിട്ടുള്ള വാക്കിനെയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ലെറ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ ആൽഫബറ്റ്സ് ആയിട്ടോ വാക്കുകളായിട്ടോ കൺസിഡർ ചെയ്യാം. ഫൈൻഡ് ദി ഓഡ് അമംഗ് ദി ഫോളോയിങ്. SORE, SOTLU, NORJEAE, നെക്സ്റ്റ് MEJNIAS. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക? അപ്പോൾ നിങ്ങൾ ഈ വാക്കുകൾ നോക്കിക്കേ. ഒരു സെൻസും ഇല്ലാത്ത കുറേ ജസ്റ്റ് അക്ഷരങ്ങളാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിൽ എങ്ങനെ നമുക്കതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റും? അക്ഷരങ്ങളായിട്ട് എടുത്തിട്ട് നേരത്തെ നമ്മൾ എടുത്തതുപോലെ പ്ലേസ് വാല്യൂ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ആദ്യത്തതിൽ 4 അക്ഷരം, പിന്നത്തതിൽ 5 അക്ഷരം, ഇനി ഇവിടെ 6 അക്ഷരം, ഇനി ഇവിടെ 7 അക്ഷരം. പിന്നെ നമ്മൾ എങ്ങനെയാണ് ഇതിൽ തന്നിരിക്കുന്ന ലെറ്റേഴ്സ്, നമ്പർ ഓഫ് ലെറ്റേഴ്സ് പോലും സെയിം അല്ലാതെ പിന്നെ നമുക്ക് എങ്ങനെയാണ് ഇതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുക? ഇപ്പോൾ അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ട് ഓഡ് ലെറ്റർ കണ്ടുപിടിക്കാൻ വരുന്ന ചോദ്യങ്ങളിൽ ലെറ്റേഴ്സിൻ്റെ എണ്ണമെങ്കിലും സെയിം ആയിരിക്കും. ഇത് അതുപോലും ഇല്ല. അപ്പോൾ പിന്നെ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? ഈ വാക്കുകൾക്ക് വേറെ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിക്കേ. ഈ ലെറ്റേഴ്സിനെയൊക്കെ നമുക്ക് റീഅറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടാൻ പറ്റുമോ? ഈ SORE എന്ന് പറഞ്ഞിരിക്കുന്നതിനെ ജസ്റ്റ് നമ്മൾ റീഅറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കിട്ടുന്നത് ROSE, റോസ് എന്ന് പറയുന്ന വാക്കാണ് അല്ലേ. അതുപോലെ തന്നെ ഈ SOTLU എന്ന് പറയുന്നത് ഒരു സ്ക്രാമ്പിൾഡ് വേർഡാണ്. അതിൻ്റെ ആക്ച്വൽ വേർഡ് ഇവിടെ ഏതാകാൻ സാധ്യതയുണ്ട്? നമുക്കിവിടെ ലോട്ടസ്, LOTUS എന്ന് പറയുന്നത് നമുക്ക് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി അതേപോലെ തന്നെ NORJEGAE, ഇത് കാണുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാകും. ഇത് നമ്മുടെ ഓറഞ്ച് എന്നതിൻ്റെ സ്ക്രാമ്പിൾഡ് ആയിട്ടുള്ള വാക്കാണ്, അല്ലെങ്കിൽ ജംബിൾഡ് ആയിട്ടുള്ള വാക്കാണ്. ഇനി MEJNIASൻ്റെയോ അതും വീണ്ടും സ്ക്രാമ്പിൾഡ് തന്നെയാണ്. ജാസ്മിൻ എന്നതിൻ്റെ സ്ക്രാമ്പിൾഡ് ആയിട്ടുള്ള വാക്കാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് വേണ്ടത് തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ ഈ കൂട്ടത്തിൽ പെടാത്തതിനെ കണ്ടെത്താനാണ്. നമ്മൾ ഇതിനെ നേരെ നോക്കിയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കിട്ടില്ല. പക്ഷേ നമ്മൾ അതിനെ അൺസ്ക്രാമ്പിൾ ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ വാക്കുകളെ യഥാർത്ഥ വാക്കുകളാക്കി മാറ്റിക്കഴിഞ്ഞപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അല്ലേ. ഇവിടെ റോസും ലോട്ടസും ജാസ്മിനും ഇതെല്ലാം തന്നെ ഫ്ലവേഴ്സാണ്. എന്നാൽ ഈ കൂട്ടത്തിൽ ഫ്രൂട്ടായിട്ട് വന്നിരിക്കുന്നത് ഏതാണ്? ഓറഞ്ച് മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ ഫ്രൂട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ കളർ എന്ന് പറയാം. എങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിലും സെയിം ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതായിരിക്കും? ഇവിടെ ഫ്രൂട്ടായിട്ട് വന്നിരിക്കുന്നത് ഈ ഓറഞ്ച് ആണ്. സോ ഈ കൂട്ടത്തിൽ ഓപ്ഷൻ നമ്പർ C ആണ് ഈ ചോദ്യത്തിൻ്റെ ശരി ഉത്തരമായിട്ട് നമുക്കിവിടേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വീണ്ടും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
അടുത്ത ചോദ്യം ഫൈൻഡ് ദി ഓഡ് വൺ ഔട്ട്. ഓക്കെ, ഇതൊരു ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 13, 17, 23, 27. അപ്പോൾ ഈ കൂട്ടത്തിൽ ഓഡ് ആയിട്ടുള്ള നമ്പർ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള നമ്പർ ഏതാണ്? എങ്ങനെയാണ് നമുക്കിതിനെ സോൾവ് ചെയ്യാനായിട്ട് പറ്റുക? ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കേ. 13, 17, 23, 27 ഈ നമ്പേഴ്സിനൊക്കെ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? ഫസ്റ്റ് തന്നെ നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ പരിചയമുള്ള നമ്പേഴ്സ് ആണോ? സ്ക്വയർ ഇല്ല, ക്യൂബ് ഇല്ല. ഇവിടെ ഇത് മാത്രം ഒരു ക്യൂബ് നമ്പർ ആയിട്ട് തന്നിട്ടുണ്ട്. വേറെ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? ഈ ബാക്കി നമ്പേഴ്സൊക്കെ പ്രൈം ആണ് അല്ലേ? ഇവിടെ 13, 17, 23 ഈ നമ്പേഴ്സ് എല്ലാം തന്നെ പ്രൈം നമ്പേഴ്സ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഫർദർ നമുക്ക് ഫാക്ടേഴ്സ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്കറിയാം പ്രൈം നമ്പേഴ്സ് ആണ്. സോ ഈ കൂട്ടത്തിൽ പ്രൈം അല്ലാത്തത് ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പ്രൈം അല്ലാത്ത നമ്പർ 27 ആണ്. സോ ഓപ്ഷൻ നമ്പർ ഡിയിലാണ് അത് വന്നിരിക്കുന്നത്. അതാണപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്കിവിടേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വീണ്ടും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനി നമ്മുടെ അടുത്ത ചോദ്യം ഫൈൻഡ് ദി ഓഡ് വൺ ഔട്ട്. അപ്പോൾ ഇതിലൊരു സീരീസ് ആയിട്ടും തന്നിട്ടില്ല. 4 ഓപ്ഷൻസിൽ 4 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ കൂട്ടത്തിൽ തെറ്റായിട്ടുള്ള നമ്പറിനെ കണ്ടെത്തണം. അപ്പോൾ ഈ ക്വസ്റ്റ്യന് ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കൊരു ഷോർട്ട് കട്ട് കൂടി പഠിക്കാൻ പറ്റും. സോ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ നമ്പേഴ്സ് നോക്കിക്കേ, എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്തായിരിക്കണം? നമ്മൾ മനസ്സിൽ ആലോചിക്കേണ്ടത് തന്നിരിക്കുന്ന നമ്പേഴ്സിൽ ഏതെങ്കിലും ഫെമിലിയർ ആയിട്ടുള്ള നമ്പർ ആണോ എന്ന് പരിശോധിക്കണം അല്ലേ? ഇവിടെ ഏതെങ്കിലുമൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള നമ്പേഴ്സ് ഉണ്ടോ? ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാം അവസാനിക്കുന്നത് 25-ലാണ്. സോ അത് ഒരു പ്രത്യേകതയാണോ? ഇവിടെ എല്ലാത്തിൻ്റെയും അവസാനം 25 എന്തായിരിക്കും അപ്പോൾ ഈ നമ്പേഴ്സിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ഒരു നമ്പർ അവസാനിക്കുന്നത് 5-ലാണെങ്കിൽ അതിൻ്റെ സ്ക്വയർ എപ്പോഴും 25-ലായിരിക്കും അവസാനിക്കുന്നുണ്ടാവും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ 25 എടുത്തു. അതിൻ്റെ സ്ക്വയർ എങ്ങനെ കണ്ടെത്തും? നിങ്ങൾക്കറിയാം 625 ആണ് എന്ന്. പക്ഷേ 5-ൽ അവസാനിക്കുന്ന ഇതുപോലെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയർ കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. നിങ്ങളോട് 25-ൻ്റെ സ്ക്വയർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഈ 5-ൻ്റെ ഭാഗത്തേക്ക് നിങ്ങൾ 25 എഴുതുക. ഓക്കെ, അപ്പോൾ 5-ൻ്റെ ഭാഗത്തേക്ക് 25 എഴുതുക, 5-ൻ്റെ സ്ക്വയർ. ബാക്കി വരുന്ന നമ്പറിനെ തൊട്ടടുത്ത നമ്പറുമായി നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക. സോ 2-നെ അടുത്ത നമ്പർ ഏതാണ്? 3 അല്ലേ? സോ 2-നെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ 6 കിട്ടും. അങ്ങനെ വരുന്നതാണ് നിങ്ങളുടെ സ്ക്വയർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അതേപോലെ അപ്പോൾ ഇവിടെ 1225. സോ ഇവിടെ നിങ്ങളിപ്പോൾ അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടെത്തണം എന്ന് കരുതുക. സോ ഇവിടെ 25-ൻ്റെ ഭാഗത്ത് ഇവിടെ വരുന്നത് 5 ആയിരിക്കും. ഇനി ഏത് നമ്പറിനെ തൊട്ടടുത്ത നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 12 കിട്ടുക? 3 × 4 ആണ് അല്ലേ? അപ്പോൾ 35-ൻ്റെ സ്ക്വയർ ആണ് 1225 എന്ന് വരുന്നത്. ഓക്കെ, ഇതിനെ നമുക്ക് 35-ൻ്റെ സ്ക്വയർ എന്ന് എഴുതാം. ഇനി അടുത്തതായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് വീണ്ടും ഇവിടെ 3025 ആണ്. സോ ഇവിടെ ഇവിടേക്ക് തന്നെ എഴുതാം. ഇവിടെ 3025-ൽ ഇവിടെ നമുക്ക് 5 കിട്ടും. ഏത് നമ്പറിനെ അടുത്ത നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 30 കിട്ടും? 5 × 6 ചെയ്താൽ കിട്ടും അല്ലേ? സോ അത് 55-ൻ്റെ സ്ക്വയർ ആയിരിക്കും ഈ തന്നിരിക്കുന്ന 3025. ഓക്കെ, ഇനി അടുത്തത് 4225. സോ വീണ്ടും 4225 ഈ ഭാഗത്ത് വരുന്നത് 5 ആയിരിക്കും. ഏത് നമ്പറിനെ അടുത്ത നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 42 കിട്ടുക? 6 × 7 ആണ് അല്ലേ? സോ 6 × 7 ആയതുകൊണ്ട് തന്നെ ഇത് 65-ൻ്റെ സ്ക്വയർ ആയിരിക്കും. പക്ഷേ ഇവിടെ 4125-ന് നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റുമോ? 41-നെ ഏതെങ്കിലും 2 നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ എഴുതാൻ പറ്റുമോ? ഇല്ല അല്ലേ? അപ്പോൾ ഈ തന്നിരിക്കുന്നതെല്ലാം തന്നെ സ്ക്വയറുകളാണ്. എന്നാൽ ഇത് മാത്രം ദിസ് ഇസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. സോ പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്തത് കൊണ്ട് ഇതിൻ്റെ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ നമ്പർ 3-ലുള്ളതായിരിക്കും ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ബാക്കിയുള്ളതെല്ലാം തന്നെ ഇവിടെ പെർഫെക്റ്റ് സ്ക്വയർസ് ആണ്. എന്നാൽ അത് മാത്രം പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ നമ്പർ 3 ആണ് ഈ ചോദ്യത്തിൻ്റെ ശരിയുത്തരമായിട്ട് നമുക്കിവിടേക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് വീണ്ടും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഫൈൻഡ് ദി ഓഡ് അമംഗ് ദി ഫോളോവിങ്. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഓഡ് ആയിട്ടുള്ളത് കണ്ടുപിടിക്കുക. വാക്കുകളാണ് TAN RACITAZ RIAFCA, നെക്സ്റ്റ് MEAN KDR,
വീണ്ടും STAURLAIA. ചിലപ്പം 1-2 സെക്കൻഡ് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പോസ് ചെയ്തിട്ടൊന്ന് നോക്കിക്കേ. ഇത് മീനിങ് ആയിട്ടുള്ള വാക്കുകളാണോ, അതോ നമ്മൾ നേരത്തെ എടുത്ത പോലെ സ്ക്രാമ്പിൾഡ് ആയിട്ടുള്ള വാക്കുകളാണോ, അതോ വെറും അക്ഷരങ്ങളുടെ ക്ലസ്റ്റർ ആണോ? അക്ഷരങ്ങളുടെ ക്ലസ്റ്റർ ആയിട്ട് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ലെറ്റേഴ്സ് എങ്കിലും സെയിം ആണ് അല്ലേ. ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ലെറ്റേഴ്സ് ഉണ്ട് ആദ്യത്തതിൽ. ഇവിടെ 6 ലെറ്റേഴ്സ് ഉണ്ട്. ഇനി ഇവിടെ 7 ലെറ്റേഴ്സ് ഉണ്ട്. ഇവിടെ വീണ്ടും 1, 2, 3, ഇവിടെ 9 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ലെറ്റേഴ്സ് ഇവിടെ 10, ഇനി ഇവിടെ 6, ഇവിടെ 7, ഇവിടെ 9. സോ ഇത്രയും ഓരോ വാക്കിലും വേറെ വേറെ നമ്പർ ഓഫ് ലെറ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ ലെറ്റേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് പ്ലേസ് വാല്യൂ ഉപയോഗിച്ചിട്ട് നമുക്കിതിനെ സോൾവ് ചെയ്യാൻ പറ്റില്ല അല്ലേ. പിന്നെ നമുക്കിതിനെ എങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റും? നമ്മൾ നേരത്തെ നോക്കിയതുപോലെ തന്നെ ഇതിനെ ഒന്ന് ഷേപ്പ് മാറ്റി നോക്കിക്കേ. ഇതിനെ ഒന്ന് നമുക്ക് ജസ്റ്റ് സ്ക്രാമ്പിൾ ചെയ്ത് അൺസ്ക്രാമ്പിൾ ചെയ്ത് നോക്കിക്കേ. എന്ന് വെച്ചാൽ ജമ്പിൾഡ് അപ്പ് ആയതിനെ നേരെയുള്ള ഓർഡറിലേക്ക് ആക്കി മാറ്റുകയാണെങ്കിൽ ഇത് കണ്ടപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും. RIAFCA എന്താണിത് സംഭവം? ഇത് ആഫ്രിക്ക എന്ന് പറയുന്ന പേരിനെ, കോണ്ടിനെൻറ്റിൻ്റെ പേരിനെ ജസ്റ്റ് ജമ്പിൾഡ് അപ്പ് ആക്കി കഴിഞ്ഞപ്പോൾ കിട്ടിയിരിക്കുന്ന വാക്കാണ് അല്ലേ. ഇനി അതുപോലെ ഇത് നോക്കിക്കേ, STAURLAIA. ഇതെന്താ സംഭവം? ഓസ്ട്രേലിയ ആണ് അല്ലേ. സോ ഇത് ഓസ്ട്രേലിയയുടെ എന്ന് പറയുന്ന വാക്കിനെ നമ്മൾ വീണ്ടും ജമ്പിൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയിരിക്കുന്നതാണ് ഈ 4ാമത്തെ വാക്ക്. അപ്പോൾ അതേപോലെ ഇവിടെ നോക്കുകയാണെങ്കിലോ, TANRA, ഇതെന്താണ് സംഭവം? അന്റാർട്ടിക്കയാണ് അല്ലേ. സോ ഇത് അന്റാർട്ടിക്ക എന്ന് പറയുന്നതാണ് നമുക്ക് ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതും എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. അപ്പോൾ അന്റാർട്ടിക്ക ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് ഇവിടെ ഏതായിരിക്കും? MEANKDR. അങ്ങനെ ഒരു കോണ്ടിനെൻ്റ് ഇല്ല അല്ലേ. സോ അപ്പോൾ ഇത് പകരം ഒരു കോണ്ടിനെൻറ്റിൻ്റെ പേരല്ല, ഇവിടെ ഡെൻമാർക്ക് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പേരാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ ഈ കൂട്ടത്തിൽ ഓഡായിട്ടുള്ള അല്ലെങ്കിൽ വ്യത്യാസം വന്നിരിക്കുന്ന വാക്ക് ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ഏതാണ്? ഇവിടെ തന്നിരിക്കുന്നത് എല്ലാം തന്നെ ഭൂഖണ്ഡങ്ങളാണ് അല്ലെങ്കിൽ കോണ്ടിനെൻസ് ആണ്. എന്നാൽ കോണ്ടിനെൻ്റ് അല്ലാതെ ഒരു രാജ്യമായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് ഏതാണ്? കൺട്രി ആയിട്ടുള്ളത് ഓപ്ഷൻ നമ്പർ 3 ആണ്. സോ അതുമാത്രമാണ് ഈ ചോദ്യത്തിൻ്റെ ശരിയുത്തരമായിട്ട് നമുക്കിവിടേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. സോ ഇത് നമ്മുടെ ഓഡ് വൺ ഔട്ടിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ പോലെ തന്നെ അതാ ഞാൻ പറഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മൾ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ സീരീസിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് തരുന്നത്. അപ്പോൾ ഇതെന്തായാലും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദി ഓൾട്ടർനേറ്റീവ് വിച്ച് വിൽ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക്. I is to myopia, teeth is to dash. അപ്പോൾ ഇത് ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്? നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം, ഇത് നമ്മുടെ അനാലജിയിൽ നിന്നും എടുത്തിരിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ I ആൻഡ് മയോപ്പിയ എങ്ങനെ റിലേറ്റഡ് ആണോ അതേപോലെ ടീത്ത് ഏതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുണ്ട്. ഇതാണ് ചോദ്യം. I എന്ന് വെച്ചാൽ നമുക്കറിയാം കണ്ണ്, മയോപ്പിയ എന്ന് പറയുന്നത് എന്നതാ? മയോപ്പിയ എന്ന് പറയുന്നത് നമ്മുടെ ഷോർട്ട് സൈറ്റ് ആണ്. അതായത് ഇപ്പം നമ്മൾ സ്പെക്സ് വെക്കില്ലേ, ദൂരക്കാഴ്ച കുറവാകുന്ന സമയത്ത് നമ്മൾ ഷോർട്ട് സൈറ്റ് എന്ന് പറയും. മറ്റതിന് ദൂരക്കാഴ്ച കൂടുതലാണ്, അടുത്തുള്ളത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അതിനെ ലോങ് സൈറ്റ് എന്ന് പറയും. സോ മയോപ്പിയ എന്ന് പറയുന്നത് ഷോർട്ട് സൈറ്റ് ആണ്. അപ്പോൾ കണ്ണും മയോപ്പിയയും തമ്മിലുള്ള ബന്ധം എന്താണ്? കണ്ണിന് വരുന്ന ഒരു അസുഖമാണ് മയോപ്പിയ അല്ലേ, അല്ലെങ്കിൽ കണ്ണിനെ ബാധിക്കുന്ന അസുഖം, അല്ലെങ്കിൽ മയോപ്പിയ ബാധിക്കുന്ന അത് എന്തിനെയാണ്? കണ്ണിനെയാണ് എന്ന് നമുക്ക് പറയാം. അതുപോലെ എന്താണ് പല്ലിനെ ബാധിക്കുന്ന അസുഖം? അതിൽ ഈ കൂട്ടത്തിൽ ഏതെങ്കിലും ഒന്ന് പല്ലിനെ ബാധിക്കുന്ന അസുഖമാണെങ്കിൽ അതായിരിക്കും നമ്മുടെ ചോദ്യത്തിൻ്റെ ശരിയുത്തരമായിട്ട് വീണ്ടും വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ആദ്യം വരുന്നത് കാറ്ററാക്റ്റ് ആണ്. കാറ്ററാക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? തിമിരമാണ്. തിമിരം കണ്ണിനെയാണോ? അല്ല, പല്ലിനെയാണോ ബാധിക്കുന്നത്? അല്ല, കണ്ണിനെ ബാധിക്കുന്ന അസുഖമാണ്. സോ ഇത് എന്തായാലും തെറ്റ്. അടുത്തത് എക്സീമയാണ്. സോ എക്സീമ എന്ന് പറയുന്നത് ഒരു സ്കിൻ ഇറിറ്റേഷൻ ഒക്കെ പോലെ വരുന്ന, അതായത് ഇങ്ങനെ ചുമന്ന് തടിച്ച് പാടുകളൊക്കെ പോലെ വരുന്ന അതിനെയാണ് നമ്മൾ ഈ റാഷ് എന്നൊക്കെ പറയത്തില്ലേ, അതിനെയാണ് നമ്മൾ സാധാരണ എക്സീമ എന്ന് പറയുന്നത്. സോ അപ്പോൾ അത് വീണ്ടും നമ്മുടെ പല്ലിനെ ബാധിക്കുന്ന അസുഖമാണോ? അല്ല, അത് സ്കിന്നിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് കേട്ടോ. നമ്മുടെ ത്വക്കിനെ ബാധിക്കുന്ന അസുഖമാണ്. ഇനി അടുത്തത് ഗ്ലോക്കോമയാണ്. ഗ്ലോക്കോമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും കണ്ണിനെ ബാധിക്കുന്ന, കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്ന തരത്തിലുള്ള എന്തോ ഒരു ഒപ്റ്റിക് നെർവിനെ ബാധിക്കണമെന്ന് എനിക്ക് തോന്നുന്നു, ഷുവർ അല്ല. ഏകദേശം അങ്ങനെ, എന്തായാലും റീസൺ കറക്റ്റ് അറിയില്ല, പക്ഷേ കണ്ണിനെയാണ് ഇത് ബാധിക്കുന്നത് നമുക്കറിയാം അല്ലേ. സോ ഇത് വീണ്ടും നമ്മുടെ കണ്ണിനെ ബാധിക്കുന്ന ഒരു അസുഖം തന്നെയാണ്. അടുത്ത് വന്നിരിക്കുന്നത് മാലുക്ലൂഷനാണ്. ഇത് മൂന്നും അല്ലെങ്കിൽ പിന്നെ എന്തായാലും മാലുക്ലൂഷൻ എന്ന് പറയണത് തന്നെയായിരിക്കും ശരി അല്ലേ. സോ അപ്പം മാലുക്ലൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ പല്ലുകൾ നേരെ തെറ്റി ഉണ്ടാവില്ലേ, അതായത് കറക്റ്റ് നിരയിലല്ലാതെ
ഇങ്ങനെ ഉയർന്നും താഴ്ന്നും ഒക്കെ ഒരു പ്രോപ്പർ അലൈൻമെൻറ്റ് ഇല്ലാതെ ഇരിക്കുന്ന ആ ഒരു അവസ്ഥേനെയാണ് നമ്മൾ മാലക്ലൂഷൻ എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും പല്ലിനെ ബാധിക്കുന്ന അസുഖം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്ന മാലക്ലൂഷൻ എന്നത് ബാധിക്കുന്നത് നമ്മുടെ പല്ലിനെയാണ്. സോ അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ശരിയുത്തരം ഏതായിരിക്കും? ഈ ചോദ്യത്തിൻ്റെ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ നമ്പർ ഡി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് വീണ്ടും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനി നമ്മുടെ അടുത്ത ചോദ്യം, ഡ്രിൽ ഇസ് ടു ബോർ ആസ് ഇൻ സീവ് ഇസ് ടു ഡാഷ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം? ഡ്രിൽ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? കുഴിക്കുക അല്ലേ. ബോർ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ബോറടിക്കുന്ന ബോറല്ല, മീൻസ് നമുക്ക് മടുക്കുന്ന ആ ബോറല്ല. ഇവിടെ നമ്മൾ ബോർവെൽ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതും ഇങ്ങനെ നടുവിലേക്ക് ഇങ്ങനെ കുഴിച്ച് തുറന്ന് പോകുന്നതാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ ഡ്രില്ലിനും ബോറിനും ഒരേ അർത്ഥമാണ് അല്ലേ. സോ ഇത് രണ്ടും പര്യായ പദങ്ങളാണ്. സോ പര്യായ പദങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഇംഗ്ലീഷിൽ പറയുന്ന പേര് സിനോണിംസ് എന്നാണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ സിനോണിംസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. രണ്ടിനും ഒരേ അർത്ഥമാണ്. ഇനി അടുത്തത് സീവ് ആണ്. സീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? സീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അരിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ അരിപ്പയില്ലേ, അതിനൊക്കെയാണ് നമ്മൾ സീവ് എന്ന് പറയുന്നത്. അപ്പോൾ അതേ അർത്ഥം വരുന്നത് ഏതാണെന്ന് കണ്ടുപിടിക്കും. ഇതാണ് ഫസ്റ്റ് നമുക്ക് വരുന്നത്. ഫസ്റ്റ് വരുന്നത് പ്രൈ ആണ്. പ്രൈ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരാളുടെ ജീവിതത്തിലേക്ക് കടന്നു കയറുക എന്നൊക്കെ പറയില്ലേ. നമ്മൾ ഇങ്ങനെ കടന്നു കയറി ചെല്ലുക, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പേഴ്സണൽ സ്പേസ് കഴിഞ്ഞ് നമ്മളങ്ങ് പോയി നോക്കുക, അതിനെയാണ് നമ്മൾ സാധാരണ പ്രൈ ചെയ്യുക എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സോ മൂവ് ചെയ്യുക അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം, അല്ലാതെ അരിക്കുക എന്നുള്ളൊരു അർത്ഥമല്ല അവിടെ വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ത്രഷ് എന്ന് പറയുന്ന വാക്കാണ്. അപ്പോൾ അതിൻ്റെ മീനിങ്ങും ഏകദേശം നമ്മൾ നോക്കുന്നത് സീവിൻ്റെ മീനിങ് ആണോ എന്നാണ്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ ത്രഷ് എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ത്രാഷ് ചെയ്യാന്നൊക്കെ പറയത്തില്ലേ, ഏകദേശം ആ ഒരു ലൈനിൽ തന്നെ പോകുന്ന, അതായത് ഇങ്ങനെ വയലൻ്റ് ആയിട്ട് അതിനെ മൂവ് ചെയ്തിട്ട് അതിനെ ബാധിക്കുക, ആ ഒരു രീതിയിലാണ് ഇവിടെ ത്രഷ് എന്ന് പറയുന്നത് വരുന്നത്. ഇനി റിൻസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം വാഷ് ചെയ്യുക, കഴുകുക എന്നാണ്. അപ്പോൾ ഈ സിഫ്റ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം? സിഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇവിടെ അരിച്ചു നോക്കുക എന്ന് പറയുന്ന അർത്ഥം തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ സീവ് എന്ന് പറയുന്ന വാക്കിൻ്റെ അതേ അർത്ഥം തന്നെയാണ് സിഫ്റ്റിലും വരുന്നത്. സോ നമ്മൾ സിഫ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ അത് പല കോണ്ടെക്സ്റ്റിലും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. നമ്മൾ ഇപ്പം നല്ലതും ചീത്തയും വേർതിരിച്ചറിയാന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിലും ഈ ഒരു വാക്ക് നമ്മൾ പ്രയോഗിക്കാറുണ്ട്. പക്ഷേ ഇവിടെ അതിൻ്റെ മീനിങ് വരുന്നത് ഇതിൻ്റെ പര്യായമായിട്ട് തന്നെയാണ്. ഓക്കെ, സോ ഇവിടെ അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഏതായിരിക്കും? ആൻസർ ആയിട്ട് ഓപ്ഷൻ നമ്പർ സിയിലുള്ള സിഫ്റ്റ് ആയിരിക്കും നമുക്കിവിടേക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വീണ്ടും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഇന്നത്തെ സെഷനിൽ നമ്മൾ വർക്കൗട്ട് ചെയ്തത്. അപ്പോൾ ഇതുപോലെയുള്ള നമ്മളിപ്പോൾ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രമേ വർക്കൗട്ട് ചെയ്തിട്ടുള്ളൂ. ഇതുപോലത്തെ ധാരാളം ക്ലാസ്സുകൾ നമ്മുടെ എൻട്രി ആപ്പിൽ അവൈലബിൾ ആണ്. എങ്ങനെ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ സോൾവ് ചെയ്യണം എന്ന് തുടങ്ങിയിട്ടുള്ള കോഴ്സുകളും നമ്മുടെ എൻട്രി ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളൊരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഫോം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യുക. അതിൽ നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൂടി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ അക്കാഡമിക് കോർഡിനേറ്റർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്ത് നമ്മുടെ കോഴ്സസിൻ്റെ കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ അറിയാൻ ആവശ്യമുള്ളത് അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളെപ്പോലെ പഠിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരിലേക്കും കൂടെ ഇതൊന്ന് എത്തിക്കുക, അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിൽ വരുന്ന ഒരു വീഡിയോ പോലും സമയത്ത് നിങ്ങൾക്ക് കിട്ടാതെ പോകരുത് അല്ലേ. സോ അത് മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.